ET ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഫിനാൻഷ്യൽ എക്സ്പെർട്ട് റെജി തോമസ് ആണ്. നമസ്കാരം. നമസ്കാരം. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഓഹരികൾ നേരിട്ട് വാങ്ങുന്നതാണോ അതോ ETF വഴി നിക്ഷേപം നടത്തുന്നതാണോ കുറച്ചും കൂടെ നല്ലത്? ചില കാര്യങ്ങൾ ETF വഴി വാങ്ങിക്കുന്ന അതാണ് ഏറ്റവും എളുപ്പം. ഫോർ ഇൻസ്റ്റൻസ് ഗോൾഡ് ആൻഡ് സിൽവർ. ഇപ്പം റീസെൻറ്റ് ടൈംസിലൊക്കെ ഒരുപാട് ഗോൾഡിൻ്റെ ഒക്കെ വില നമുക്ക് കാണുന്നതാണല്ലോ. സോ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന, ഇപ്പോൾ കടയിൽ പോയി നമ്മൾ ജ്വല്ലറി ആയിട്ട് വാങ്ങിക്കുന്നതല്ല, ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് കോയിൻസ് ഓർ ബാർസ്, ETF വഴി ഇൻവെസ്റ്റ് ചെയ്യണം. ആ പ്രൈസ് മൂവിലേക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ളത്. സോ ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതേപോലെ ഇൻഡെക്സ് ട്രേഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് എനിക്ക് സ്റ്റോക്ക് ചൂസ് ചെയ്യേണ്ട, ആ പ്രശ്നമേ എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ചൂസ് സ്റ്റോക്സ്. എനിക്ക് ഒരു ബ്രോക്കറിൻ്റെ അഡ്വൈസ് വേണ്ട. ഞാൻ ആ ഇൻഡെക്സ് മാത്രം നോക്കും. 25,000 ഉണ്ട്, 5 വർഷം കഴിയുമ്പോൾ അത് 30,000 പോകും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഐ ബെറ്റർ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ദാറ്റ് ത്രൂ ആൻ ETF, ഇൻഡെക്സ് ETF എന്ന് പറയും. സോ ചില പ്രോഡക്ട്സിന് ഈ മാതിരി കാര്യങ്ങൾ, ഗോൾഡ്, സിൽവർ, ഇൻഡെക്സ് ബേസ്ഡ് ട്രേഡിംഗ്, ETFs ആർ ഫാർ സുപ്പീരിയർ. ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. സ്റ്റോക്ക് നമുക്ക് വി ആർ പെർട്ടിക്കുലർ അബൌട്ട് സ്റ്റോക്സ്. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു പോർട്ട്ഫോളിയോ ഞാൻ കൺസ്ട്രക്ട് ചെയ്യണം. IT ഒരുപാട് പേര് എനിക്ക് അറിയാവുന്നവരാണ്. അവർ പ്രിഫർ ചെയ്യുന്നത് IT സ്റ്റോക്സാണ്. അവരുടെ കൂടുതലും അപ്പോൾ 70% ഓഫ് ദിയർ ഹോൾഡിങ്സ് IT സ്റ്റോക്സിലായിരിക്കും. മേ ബി ഡെവലപ്പിംഗ് കമ്പനീസ് ആയിരിക്കും, AI ഉള്ള കമ്പനീസ് ആയിരിക്കും, എക്സിസ്റ്റിംഗ് പഴയ കമ്പനീസ് ആയിരിക്കും. പിന്നെ ഈ ഒരുപാട് പേർക്ക് ESOP ആയിട്ട് കിട്ടുന്ന ഉണ്ട്. ഇപ്പോൾ L&Tയിൽ പണി ചെയ്യുവാണെങ്കിൽ ദേ ഗിവ് യു ESOP, TCS gives you ESOP, ലോട്ട് ഓഫ് കമ്പനീസ്. സോ ESOP ഒക്കെ നമുക്ക് യു ഹാവ് ടു കളക്ട് ഇറ്റ് ഇൻ ദാറ്റ് ഫോം ആൻഡ് യു ഹാവ് ടു ട്രാൻസാക്ട് ഇറ്റ് ഇൻ റെഗുലർ ഫോം. ഒരു റെഗുലർ ഇൻവെസ്റ്ററിന് മിക്സ് ഓഫ് ബോത്ത് ആണ് ഐഡിയൽ ആയിട്ടുള്ളത്. ബിക്കോസ് യു കാൺ എല്ലാം നമുക്ക് ETF വഴി കിട്ടാനുള്ള സാധ്യത കുറവാണ്. ETF റിസ്ക് കുറവാണ്, പക്ഷേ ചില പെർട്ടിക്കുലർ പ്രോഡക്ട്സ് ETF വാങ്ങിക്കുന്നതാണ് ഏറ്റവും എളുപ്പം, ലൈക്ക് ഗോൾഡ്, സിൽവർ ആൻഡ് ഇൻഡെക്സ്. ബാക്കിയുള്ള കാര്യങ്ങൾ റെഗുലർ സ്റ്റോക്സ് ഒരു പോർട്ട്ഫോളിയോ ചെയ്യുന്നതാണ്. ബിക്കോസ് ട്രാൻസാക്ഷണൽ ഈസ് അത്രയും കൂടെ ഈസിയർ ആയിരിക്കും റെഗുലർ സ്റ്റോക്സ് ഉണ്ടാകുമ്പോൾ. ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് സാധാരണക്കാരൻ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം? 3 അല്ല 300 ഉണ്ടോ, പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ. അതെ, നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. ബട്ട് എനിവേ ഐ വിൽ ടെൽ യു ദി ആൻസർ ഫോർ ദാറ്റ്. സി, ദ ഫസ്റ്റ് തിങ് ഇസ്, നമ്മൾ ഈ സ്റ്റോക്ക് എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നത് നമുക്ക് തന്നെ ഒരു കൺവിക്ഷനാണ്. ഐ തിങ്ക് യു ഹാവ് ടു ബി സെൽഫ് കൺവിൻസ്ഡ്. ഒരുപാട് പേര് എനിക്കറിയാവുന്ന ഈ ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടവരുടെ കഥ നമ്മൾ ഒന്ന് ബാക്ക് ട്രേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ഇൻവെസ്റ്റഡ് ഇൻ ടു ഷെയർസ് വിത്തൗട്ട് എനി കൺവിക്ഷൻ. ഇപ്പോൾ ഐ എം ടെലിങ് യു ഈ XYZ സ്റ്റോക്ക് നല്ലതാണ്. സോ എന്നെ ഒരു സ്റ്റോക്ക് എക്സ്പേർട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ഓക്കെ, ഇവൻ പറഞ്ഞാന്നല്ലോ, അപ്പോൾ നമ്മളൊന്ന് വാങ്ങിച്ച് നോക്കാം. കൺവിക്ഷൻ ഉണ്ടോ? ഇല്ല. ഞാൻ പറയുന്ന എനിക്ക് കൺവിക്ഷൻ ഉണ്ട്, സോ യു ബോട്ട് ഇറ്റ്. പക്ഷേ നമ്മളത് വാങ്ങിച്ച് കഴിയുമ്പോൾ ചിലപ്പം അതിൻ്റെ വില ഒന്ന് പൊട്ടുന്ന ഒരു സാധ്യത. ഇറ്റ് മേ കം ബാക്ക്. എനിക്ക് കൺവിക്ഷൻ ഉണ്ട്, ഐ മേ ഹോൾഡ്. നിങ്ങൾ പാനിക്കാവും ബിക്കോസ് യു ആർ നോട്ട് കൺവിൻസ്. സോ ദ ഫസ്റ്റ് തിങ് ഇസ് കൺവിക്ഷൻ അബൌട്ട് ദ സ്റ്റോക്ക്. നമ്മൾ സെൽഫായിട്ടൊരു കൺവിക്ഷൻ ആണ്. ആ കൺവിക്ഷൻ എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ്. ഒന്ന്, അതിൻ്റെ റിസൾട്ട്സ് നോക്കുക. ഒരുപാട് പേര് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വാർട്ടർലി റിസൾട്ട്സ്. ഒരു വർഷത്തിൽ 4 മുറ ഈ റിസൾട്ട്സ് കമ്പനീസ് കട്ടായം അനൗൺസ് ചെയ്യാനുള്ള കമ്പൾഷൻ ഉണ്ട് by SEBI regulation. There is no escape. Every listed company has to announce their results. നമ്മൾ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പരീക്ഷ എഴുതാനല്ലേ, യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട്, അസസ്മെൻ്റ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാർക്ക് നമ്മളും നോക്കും, നമ്മുടെ വീട്ടുകാരും നോക്കും, ടീച്ചേഴ്സും നോക്കും. അതേ അസസ് ചെയ്യൂ അല്ലേ? ഈ ഓരോ ടെസ്റ്റും അസസ്മെൻ്റ് ആണ്. എപ്പോഴും നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് വരുമ്പോൾ മാത്രം അസസ്മെൻറ്റ് നമുക്ക് കാണാറില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞ് സ്റ്റോക്ക് വാങ്ങിച്ചു, അതിന് എപ്പോഴേലും കയറിക്കോട്ടെന്ന് പറഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കും. അത് കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കയറാതെ പോയ എത്രയോ സ്റ്റോക്സ് ഉണ്ട്, അത് ഇഷ്ടം പോലെ. സോ കൺവിക്ഷൻ ഫോളോഡ് ബൈ റിസൾട്ട്സ്. ഓരോ ക്വാർട്ടറിൽ നമ്മളൊരു ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചെടി നമ്മൾ വീട്ടിൽ വളർക്കാനായിട്ട് ഒരു ചട്ടിക്കകത്ത് വെക്കും, ഒരു പോട്ടിനകത്ത് വെക്കുകയാണ്. യു എക്സ്പെക്ട് ഇറ്റ് ടു ഗ്രോ അല്ലേ? ഓവർ എ പീരിയഡ് ഓഫ് ടൈം യു എക്സ്പെക്ട് ടു സീ ഇറ്റ് ഗ്രോ. നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ക്രോപ്പ് ഷുഡ് ഗ്രോ അല്ലേ? നമ്മളൊരു മരം നട്ടു, ഇറ്റ് ഷുഡ് ഗ്രോ ആൻഡ് ഈൽഡ് ഫ്രൂട്ട്. പക്ഷേ ആ ഗ്രോത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ഡോണ്ട് സേ ലെറ്റ് ഇറ്റ് സ്റ്റേ ഫോർ 100 years. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ വിൽ ഈറ്റ് ദ ഫ്രൂട്ട് എന്ന് നമ്മൾ പറയാറില്ലല്ലോ. സോ യു ഇവാലുവേറ്റ് ഇറ്റ്. സോ റിസൾട്ട്സ് കട്ടായം നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ വിചാരം എന്താ, ഈ റിസൾട്ട്സ് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇത് അനലൈസ് ചെയ്യാൻ വളരെ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് വേണം. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ടെസ്റ്റ് പേപ്പർ റിസൾട്ട്, നമ്മുടെ ആവശ്യം എന്താ, ഈ നമ്മൾ വാങ്ങിച്ച കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ, ആർ ദേ മേക്കിംഗ് പ്രോഫിറ്റ്സ് ആർ നോട്ട്. അതല്ലേ ബേസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സിന് വേണ്ടിയാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, ക്വാർട്ടർ ടു ക്വാർട്ടർ ആ പ്രോഫിറ്റ് വളരുന്നുണ്ടോ. ഒരു കൊച്ചിനെ
വലുതാക്കി കൊണ്ടുവരുന്ന അതേ പ്രോസസ്സാണിത്. കൊച്ച് എവറി ഇയർ, എവറി 6 months, every 1 year ഹാസ് ടു ഗ്രോ ഇൻ ഹൈറ്റ്, ഇൻ വെയ്റ്റ്, ഇൻ ഫീച്ചേഴ്സ്, ഇൻ ലോട്ട് ഓഫ് അതർ ഫാക്ട്സ് ഇല്ലേ. അതുപോലത്തെ ഒരു വളർച്ച നമ്മൾ വാങ്ങിച്ച സ്റ്റോക്കിനുണ്ടോ? സോ ക്വാർട്ടർ ടു ക്വാർട്ടർ ആ ഗ്രോത്ത് വേണം. ഇത് പിന്നെ മൂന്നാമത് ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഓക്കെയാണ്. ഈ വാങ്ങിച്ചിട്ട് വിറ്റ് പോകുന്നവരുണ്ട്, കളിപ്പീരുകാർ ഒരുപാട് പേരുണ്ട്. ഇങ്ങനത്തെ അല്ലാതെ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു സെറ്റ് ഓഫ് ഡയറക്ടേഴ്സാണ്. അവരുടെ കമ്പനിയുടെ അഗേൻസ്റ്റായിട്ട് കേസുണ്ടോ, ഡയറക്ടേഴ്സിന് അഗേൻസ്റ്റായിട്ട് കേസുണ്ടോ, സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്യുന്നവർ. കമ്പനി ഇപ്പം ഡയറക്ടറാന്ന് വെച്ചോ, നമുക്ക് മാർക്കറ്റിൽ കയറുന്ന സമയത്ത് നമ്മുടെ കുറേ സ്റ്റോക്ക് അങ്ങ് പ്ലെഡ്ജ് ചെയ്യണം. ഞാനൊരു ഇൻവെസ്റ്ററായിട്ട് ഞാനത് റിസൾട്ട്സ് അനലൈസ് ചെയ്തില്ലെങ്കിൽ ഞാനത് അറിയാൻ പോകുന്നില്ല. സ്റ്റോക്ക് എല്ലാം കൂടെ പ്ലെഡ്ജ് ആവും. അത് പിന്നെ തിരിച്ച് കെട്ടാതെ പോയി എത്രയോ കമ്പനി മൂടിയ കഥകൾ നമുക്കറിയാവുന്നതാണ്. അതെ. സോ ഇതാണ് എനിക്ക് ഐ തിങ്ക് കൺവിക്ഷൻ ഫോളോഡ് ബൈ റിസൾട്ട്സ്, ഫോളോഡ് ബൈ ഹൗ സ്റ്റേബിൾ ദ ഡയറക്ടേഴ്സ് ആർ. ഇത് കഴിഞ്ഞിട്ടാണ് ബിസിനസ് മോഡൽ. ദാറ്റ് എവറിബഡി നോസ്. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആ മോഡൽ സ്റ്റേബിളായിട്ട് വേണമല്ലോ. ഇപ്പോൾ L&T നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ദേ ബിൽഡ് ഓൾ ദ മെട്രോ റെയിൽസ്, റോഡ്സ്, ഹൈവേസ്, എത്രയോ പ്രോജക്ട്സ് അവർ ലോകം മുഴുവൻ ചെയ്യുന്നവരാണ്. സോ അവരിപ്പോൾ അടച്ചു പൂട്ടാനൊന്നും പോകുന്നില്ല. whereas an XYZ company that is a startup has the risk of closing down. You understand the difference, right? They may make profits. ഈ ക്വാർട്ടറിൽ ഒരുപാട് പ്രോഫിറ്റ് തരും, but next quarter they may not even be there. എന്തായാലും സംതിങ് could have changed, economic fundamentals could have changed. സോ ആ സ്റ്റെബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ് ഏറ്റവും ആവശ്യം. സോ നിങ്ങൾ ചോദിച്ച 3 കാര്യത്തെ ഞാൻ പറഞ്ഞു, പക്ഷേ യു ക്യാൻ ഗോ ഓൺ ലിസ്റ്റിംഗ്. ദാറ്റ്സ് വൈ ഐ സെഡ് there are more than 300 factors. I can just relate. ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഷോർട്ട് ടേം ഇൻവെസ്റ്റും തമ്മിലുള്ള വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ഇതിന്റെ റിസ്ക് ഫാക്ടർ തമ്മിലുള്ള വ്യത്യാസവും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഷോർട്ട് രണ്ടും ഇൻവെസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളത് ഇൻവെസ്റ്റിംഗ് ആണ് അല്ലേ? സോ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുവാണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഏതൊരു കമോഡിറ്റി, സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് ഏത് ഹോൾഡ് ചെയ്താലും ഇറ്റ് ഈസ് കോൾഡ് ഇൻവെസ്റ്റിംഗ്. 1 day ആകുമ്പോൾ അത് ട്രേഡ് ആവും, റൈറ്റ്? സോ ഷോർട്ട് ടേം എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഈ ഫ്രെറ്റേണിറ്റി മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഇറ്റ് റേഞ്ചസ് എനിവെയർ ബിറ്റ്വീൻ എ വീക്ക് ടു 10 days, 15 days, 2 ആഴ്ച, 3 ആഴ്ച, ഇതൊക്കെയാണ് ഷോർട്ട് ടേം. ലോങ് ടേം എന്ന് പറയുന്നത് ഒരു 3 മാസം തൊട്ട് അപ് ടു എ ഇയർ ആൻഡ് ഈവൻ ബിയോണ്ട്. ദിസ് ഇസ് ലോങ് ടേം. സോ ഇതിൻ്റെ രണ്ടും ഇൻവെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ, ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗ് പറയുകയാണെങ്കിൽ യു ഇൻവെസ്റ്റ് 15 days or 1 month ഹോൾഡ് ചെയ്യുക, ലെസ് ദാൻ എ മന്ത് ഹോൾഡ് ചെയ്യുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയും. സോ അതിൻ്റെ ടാക്സ് സ്ട്രക്ചർ വേറെയാണ്. സോ ഫസ്റ്റ് ഡിഫറൻസ് ഇസ് ഇൻ ടാക്സ്. ലോങ് ടേം കംസ് അണ്ടർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. അതിൻ്റെ ടാക്സ് സ്ട്രക്ചർ വേറെയാണ്. സോ ഇറ്റ് ഇസ് ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി, ഫസ്റ്റ് തിങ്. രണ്ടാമത് ഹോൾഡിംഗ് പീരിയഡ് വേരിയേഷനാണ്. ഇത് വന്ന് അപ് ടു 2 weeks, 3 weeks, മാക്സ് ഓഫ് 1 month. ദിസ് ഇസ് 1 month അപ് ടു 12 months ആൻഡ് ബിയോണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ലോങ് ടേം ഇൻവെസ്റ്റിംഗ്. പിന്നെ മൂന്നാമത് ഇത് ഏതാ കൂടുതൽ അഡ്വാൻറ്റേജ്? ഇത് ഡിവൈഡഡ് ഹൗസാണ്. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം, ദിസ് ഇസ് മൈ ഫ്രാങ്ക് അസസ്മെൻറ്റ്. ഇത്ര നാൾ ഈ മാർക്കറ്റിലുള്ളപ്പം പലരും പറഞ്ഞിട്ടുണ്ട് നീ ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താൽ ഒരുപാട് ലാഭമൊക്കെ കിട്ടും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറിലി ട്രൂ. ഈ കാലഘട്ടം ദാറ്റ് മേ നോട്ട് ബി എ ഗുഡ് സജഷൻ. ഓക്കെ, ദർ ആർ സം സ്റ്റോക്സ് വിച്ച് പെർഫോം വെൽ, ബട്ട് നോട്ട് ഓൾ സ്റ്റോക്സ് ആർ വർത്ത് ഫോർ ദാറ്റ്. ഓക്കെ, നോട്ട് ഓൾ സ്റ്റോക്സ് വിൽ വർക്ക് ഫോർ ലോങ് ടേം. മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോൾ ഈ ലോകത്തെ ഇരിക്കக்கூடிய ഈ എക്കണോമിക് ഫണ്ടമെൻ്റൽസ് എന്തുമാത്രം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ AI തുടങ്ങി ഇപ്പോൾ റീസെൻറ്റ് ടൈംസ് അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട്. ഈ അതിൻ്റെ ചിപ്സ്, സെമി കണ്ടക്ടേഴ്സ്, ദാറ്റ് ഇൻഡസ്ട്രി ഈസ് ചേഞ്ചിങ് സോ റാപ്പിഡ്ലി. സോ ട്രഡീഷണൽ ടെക് കമ്പനീസ് ആർ ഫേസിങ് ട്രബിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു 20 years ബിഫോർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദിയർ സ്റ്റേറ്റ് ടുഡേ? സോ ഇറ്റ് ചേഞ്ചസ്. സോ ബ്രിക്ക് ആൻഡ് മോട്ടർ ആയിരുന്നു പണ്ട്, സ്ട്രക്ചർ ഉണ്ടായിരുന്നു, കമ്പനി ഉണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇന്നെല്ലാം വർക്ക് ഫ്രം ഹോമായി, വർക്ക് ഫ്രം എനിവെയർ ഇൻ ദ വേൾഡ്. നോട്ട് ഈവൻ ഫ്രം ഹോം. യു can just work from anywhere. So the entire culture of work and business is changing, right? So today's world you need a good mix of both short term and long term investing. Differences ഉണ്ട്, but I think ideally ഒരു 3 months ഹോൾഡ് ചെയ്യുന്നതാണ് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൂ. നെവർ മൈൻഡ് ദ ടാക്സ്. ബട്ട് ഐ തിങ്ക് നമ്മൾ ആ കറണ്ട് ട്രെൻഡിന് അനുസരിച്ച് വേണം നമ്മുടെ പോർട്ട്ഫോളിയോ മാറിക്കൊണ്ടേയിരിക്കാൻ. ബിക്കോസ് ദി ഓൾഡ് ഡസ് നോട്ട് ഓൾവേസ് സസ്റ്റെയിൻ ടു ദ ഫ്യൂച്ചർ. പണ്ട് ഇല്ലായിരുന്നു അല്ലേ? പണ്ട് ലോട്ട് ഓഫ് അതർ ബിസിനസ്സസ് വർ ദേർ, റൈറ്റ്? കമ്പനീസ് സർവൈവ്ഡ് ഓൺ മേക്കിംഗ് സിഗരറ്റ്സ് ഫോർ ഇൻസ്റ്റൻസ്. കമ്പനി ഏതാണെന്ന് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. ഇന്ന് ആ സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനി എന്തുമാത്രം ടാക്സ് ആണ് ഫേസ് ചെയ്യുന്നത്? സോ യു അണ്ടർസ്റ്റാൻഡ്. സോ ദേ മൈഗ്രേറ്റഡ് ടു ഹോട്ടൽസ്. I'm giving you, it's a listed company, right? They have migrated to hotel. It's a very big listed company in this country. ഇങ്ങനെ എത്രയോ കമ്പനിയുടെ അവർ തന്നെ ഈ കമ്പനീസ് ആ ബിസിനസ് ലൈൻ
ബിസിനസ് മോഡൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ അതുപോലെ മാറേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 3 months 6 months കൂടുതൽ ഒരു സ്റ്റോക്ക് വെക്കുവാണെങ്കിൽ യു ഷുഡ് ബി എക്സ്ട്രീംലി കൺവിൻസ്ഡ് ദാറ്റ് സ്റ്റോക്ക് ഇസ് വർത്ത് വെൽ. ദർ ഇസ് എ നെസസിറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായിട്ട് റിലയൻസ് പോലെ ഒരു സ്റ്റോക്ക് എടുത്തു. എക്സാമ്പിൾ, അവർ ആദ്യം തുടങ്ങിയത് പോളിയസ്റ്റർ ആയിരുന്നു, ഫാബ്രിക്. 1980 IPO ഒക്കെ വരുമ്പം പോളിയസ്റ്റർ ഫാബ്രിക് ആയിരുന്നു അവരുടെ ഓൺലി പ്രോഡക്റ്റ്. അത് കഴിഞ്ഞ് ഓയിലായി, അത് കഴിഞ്ഞ് കെമിക്കൽസായി, അതെല്ലാം പോയി ഇപ്പോൾ റീറ്റെയിലായി, അത് കഴിഞ്ഞ് ഇപ്പോൾ ജിയോ ഫിനാൻഷ്യലായി, ദൈവ് ടൈഡ് അപ്പ് വിത്ത് ബ്ലാക്ക് റോക്ക് ആൻഡ് സോ ഓൺ. സോ അങ്ങനെയുള്ളപ്പോൾ അവരുടെ തന്നെ ഇത്രയും ബിസിനസ്സസ് മാറി വരുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു ഇവാലുവേറ്റ് അവർ ഓൺ ബിസിനസ് പോർട്ട്ഫോളിയോ. സോ ഷോർട്ട് ടേം ലോങ് ടേം സ്റ്റോറി മാറുന്ന അതിനനുസരിച്ച് വേണം നമ്മുടെ സ്റ്റോക്ക് ഹോൾഡിങ്ങും മാറാൻ. സാറിനെ പോലെയുള്ള എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ് ഫണ്ട് എപ്പോഴും ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ് എന്നുള്ളത്. ഒരു പ്രത്യേക മേഖലയിൽ പണം നിക്ഷേപിച്ചാലുള്ള റിസ്ക് ഫാക്ടറിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാവോ? ഡൈവേഴ്സിഫിക്കേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്? ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു ഡിവൈഡ് യുവർ അസറ്റ്സ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർ നമ്മളെ റൂൾ ചെയ്തത് അതുപോലെയായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ ഇസ് എ ഗുഡ് സ്ട്രാറ്റജി. സോ സ്റ്റോക്സ് ഡിവൈഡ് ആൻഡ് റൂൾ ഇസ് ഓൾസോ സെയിം സ്ട്രാറ്റജി അപ്ലൈസ് ടു സ്റ്റോക്സ്. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കി ദേ വർ സക്സസ്ഫുൾ 100 years ആയിട്ട് ഓർ മോർ ദാൻ ദാറ്റ്. അവർ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന അങ്ങനെയായിരുന്നു. ആ നാട്ടിലുള്ള ആൾക്കാർ ദേ ഫോളോ എ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ദേ അപ്ലൈഡ് ഇറ്റ് ഇൻ ഇന്ത്യ ആസ് വെൽ, റൈറ്റ്? അത് തന്നെയാണ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട്. ഡൈവേഴ്സിഫൈ ചെയ്തില്ലെങ്കിൽ ഐ ടെൽ യു ദ റിസ്ക് ഫാക്ടർ. നമ്മളെല്ലാം കൂടെ ഒറ്റ ഒരു സ്റ്റോക്കിലിടും. ഇറ്റ്സ് ലൈക്ക് ബൈയിങ് എ ലോട്ടറി. കേരളത്തിൽ ലോട്ടറി വളരെ ഫേമസ്, തമിഴ്നാട്ടിൽ ബാൻഡാണ്. കേരളം ഞാനും വാങ്ങിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ എമൗണ്ട് ഒന്നുമില്ല, കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഐ ബീൻ ലക്കി വിത്ത് ലോട്ടറീസ്. ഓക്കെ, സോ അപ്പോൾ എല്ലാം കൂടെ ഒരു പൈസ ഇടുമ്പോൾ ഒരു ലോട്ടറിയിൽ ഇടുന്ന പോലെയാണ്, റൈറ്റ്? സോ ആ ലോട്ടറി കിട്ടും, കിട്ടാതെയും പോകും. ഇഫ് യു ആർ വില്ലിങ് ടു ഫേസ് ദ ലോസ്. ഇപ്പോൾ 100 രൂപ ഒരു ലോട്ടറി ചീട്ടാണ്, അത് പോയെങ്കിൽ പോട്ടെ, 100 രൂപ എനിക്ക് കുഴപ്പമില്ല, ഐ എം ഓക്കെ ടു അഫോർഡ് ഇറ്റ്. ദാറ്റ് റിസ്ക് ഇസ് ഫൈൻ. കിട്ടിയാൽ 1 കോടി രൂപ ഫൈൻ, കിട്ടിയില്ല 100 രൂപ പോയി. അതാണ് നോൺ ഡൈവേഴ്സിഫിക്കേഷനുള്ള റിസ്ക്. ആ നമ്മൾ ഇടുന്ന കമ്പനി അടുത്ത വർഷം കൊണ്ട് 12% റിട്ടേൺ നമുക്ക് തരുമോ, 15% റിട്ടേൺസ് ആ ഗ്രോത്ത് നമുക്ക് തരാൻ സാധ്യത ഉണ്ടെങ്കിൽ യു ഇൻവെസ്റ്റ്. ഇഫ് യു ആർ ഡെഡ് ഷുവർ അബൌട്ട്. അത് കിട്ടാതെയും പോവും, കിട്ടിയെന്നിരിക്കും, കൂടുതൽ കിട്ടിയെന്നിരിക്കും. ദാറ്റ്സ് ലൈക്ക് എ ഗ്യാമ്പിൾ. ഡൈവേഴ്സിഫിക്കേഷൻ വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മൾട്ടിപ്ലൈയിങ് അക്രോസ് പ്രോഡക്റ്റ് ലൈൻസ്. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 4-5 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ദേ വിൽ പെർഫോം. നമ്മൾ ഈ ഒരു കാറിൻ്റെ ഒരു സൈക്കോളജിയാണ്. ഏത് കാർ വാങ്ങിച്ചാലും ഇപ്പോൾ 5 ടയർ ഉണ്ട്, അല്ലേ? പണ്ട് സ്കൂട്ടറിന് സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്കൂട്ടറിന് സ്റ്റെപ്പിനി ഇല്ല. പണ്ടുണ്ടായിരുന്നു പുറകിൽ ഇങ്ങനെ ഒരെണ്ണം വയ്പ്പായിരുന്നു. അതെന്തുകൊണ്ടാണ് ഈ 5 ടയറൊക്കെ തരുന്ന ഒരു കാറിന്? 4 പോരെ, 4 കാർ പോരെ, എന്തെങ്കിലും പഞ്ചറായ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് ദ ഹോൾ ഐഡിയ. സോ ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് ലൈക്ക് ദാറ്റ്. സംടൈംസ് 2 stocks may fail. ബാക്കിയുള്ള 4 പൊട്ടിയപ്പോൾ ബാക്കി 2-3 ആയിരിക്കും നമുക്ക് റിട്ടേൺ തരുന്നത്. എല്ലാ ഫണ്ട് മാനേജറിൻ്റെയും കഥ ഇതാണ്. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് എടുത്താലും 100% പെർഫോമിംഗ് ആയിട്ടുള്ള അവരുടെ ആ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, 30 സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ, all 30 will not perform. There will be about 18 stocks that do exceptional. Example, the remaining 12 will give marginal or less than lower returns. പക്ഷേ ആ 18-ൽ വരുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടല്ലോ, അതാണ് സക്സസ്. സോ നോട്ട് എവറിത്തിങ് വിൽ yield returns. അതാണ് സത്യം. ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആവശ്യം ഇതുകൊണ്ടാണ്. നോട്ട് എവറി സ്റ്റോക്ക് ദറ്റ് യു ബൈ വിൽ yield returns. ഇപ്പം ഗോൾഡിൽ ആളുകൾ കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഗോൾഡ് പ്രൈസ് ഹൈക്ക് വരുന്നത് കൊണ്ട്. അപ്പോൾ അതും ഒരു കാരണത്താൽ തകർന്നാൽ ആളുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി. ഇപ്പം ഗോൾഡ് ഡൈവേഴ്സിഫൈ എല്ലാവരും കൂടെ അങ്ങോട്ടാണ് പോകുന്നത്. അതാണ് ഹേർഡ് മെൻറ്റാലിറ്റി. നമ്മൾ പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിൽ ദ സ്റ്റോക്ക് ഇസ് ഫിൽഡ് വിത്ത് ഹേർഡ്സ്. ആ ഒരു ആട്ടുമന്തയുടെ ഒരു സൈക്കോളജിയാണ്. അതാണ് ഹേർഡ് മെൻറ്റാലിറ്റി. സോ ഇപ്പോൾ ഗോൾഡ് കയറുന്നുണ്ട്, എല്ലാവരും അതിന് പുറകെ ഓട്ടമാണ്. ഓട്ടം അത് ആ ഒരു ബ്ലോട്ട് നടക്കാനായിട്ടുള്ള ഒരു എത്രയും സാധ്യത നമ്മൾ കാണുന്നുണ്ട്. വി ഓൾസോ നോ, നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കയറിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. അത് അവരുടെ ജസ്റ്റിഫിക്കേഷൻ അതാണ്. സോ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്, സോ ലെറ്റ് us go and invest in gold. കറക്റ്റ്. പക്ഷേ ആ ബ്ലോട്ട് വരുമ്പം ഹൗ ആർ യു ഗോയിങ് ടു ഫേസ് ദ ലോസ്? സോ നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഈവൻ ദി അമൗണ്ട്സ് യു ഇൻവെസ്റ്റ് കുറച്ച് അറ്റ് ദ പീക്ക്. ഈ ഏതൊരു നമ്മൾ ഈ സ്റ്റോക്കല്ല, ജീവിതത്തിൽ ഒരു ലാഭം എന്ന് പറഞ്ഞെങ്കിൽ ഒറ്റ ഫോർമുല ഉള്ളത്, ബൈ ലോ സെൽ ഹൈ, അല്ലേ? ഇതല്ലാതെ വേറെ ഫോർമുല ഇല്ല ലാഭത്തിന്. ഏത് ബിസിനസ് ആയാലും ശരി, ഏത് ഒരു ഇത് ബൈ ലോ സെൽ ഹൈ. അപ്പം സെൽ ഹൈ. ഇപ്പോൾ വില ഏറ്റവും കൂടിയിരിക്കുന്ന സമയം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെല്ലാണ്. ഇപ്പോൾ സെല്ലാണ് ചെയ്യേണ്ടത്. ആക്ച്വലി സെൽ. യു ഡോണ്ട് ഗോ ആൻഡ് ബൈ അറ്റ്
$5,500 an ounce. It's a nightmarish. അല്ല അത് പൊതുവെ വാങ്ങിക്കത്തില്ല. You should have bought at 2,400. Or if you still want to buy, ഇനിയും കൂടും എന്നൊരു തിങ്കിങ് ഉണ്ടെങ്കിൽ amount ചെറുതാക്കി വാങ്ങിക്കുക. Don't take all your money and invest into gold or silver, right? Because you have to sell high. ഇനിയും കൂടി കഴിയുമ്പോൾ then we will see. But that is the principle. So കുറഞ്ഞു വരുമ്പോൾ വാങ്ങിക്കുക, കൂടി വരുമ്പോൾ വിൽക്കുക. പക്ഷേ നമ്മളത് തിരിച്ചാണ് ചെയ്യുന്നത്. അതെ അതെ, അത്രേ ഉള്ളൂ. So that gives you the reason why it becomes important to understand this basic premise. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ it will sound very nice, but implement ചെയ്യുമ്പോൾ തലകീഴ മാറിപ്പോൾ. അതുപോലെ ഓഹരി വിപണിയിലൊക്കെ എപ്പോഴും ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഇത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ ഭയങ്കര ഒരു മെൻ്റൽ പ്രഷറിലേക്ക് കൊണ്ടുപോകും, വില താഴുന്നു എന്ന് പറയുമ്പോൾ. അതിനെ അതിജീവിച്ചാലാണ് മികച്ച രീതിയിൽ നമുക്ക് ആ സ്റ്റോക്ക് വിറ്റൊഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണ് ഇത്തരം പ്രഷർ വരുമ്പോൾ ആളുകൾ ആ ഒരു മെൻ്റൽ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ആക്ച്വലി പ്രഷറൊന്നുമില്ല. ഓക്കെ, പക്ഷെ ആളുകൾ വില പറയുമ്പോൾ വിറ്റൊഴിവാക്കുമല്ലോ. അതാണ് ഈ when you ask me, give me 3 strong reasons why you buy a stock ചോദിച്ചില്ലേ, അതിൽ ആദ്യം പറഞ്ഞ കൺവിക്ഷനാണ്. അപ്പോൾ നമുക്ക് ആ കൺവിക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ വളരെ കൂൾ ഹെഡഡ് ആവും. 35 years of experience, I'm telling you this, വളരെ കൂൾ ഹെഡഡ് ആണ്. ഓക്കെ, നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന പോലെയാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ചോദ്യം എല്ലാവരും പഠിച്ചു കാണും. ഓൾ ഓഫ് us would have gone through that phase അല്ലേ. നമ്മൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും വരും. പക്ഷേ ചിലപ്പോൾ അത് വരാതെയും പോകും. അത് വന്നില്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ബാക്കി ചോദ്യങ്ങൾ എന്ന് വി നോ. So we are pretty cool headed in the exam. ആ പാനിക് ഒന്നുമില്ല. ഒന്നും പഠിക്കാതെ പോയതാണ്. ഐദർ യു ആർ എക്സ്ട്രീംലി പാനിക് ഓർ യു ആർ ഡോണ്ട് കെയർ. ഞാൻ തോറ്റു പോയാലും കുഴപ്പമില്ല, എന്ത് നടന്നാലും ഐ എം നോട്ട് ബോതർഡ്. ദാറ്റ് ഇസ് എൻ എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്. ബട്ട് യു ഹാവ് എ സ്റ്റാൻഡ് ബൈ. ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ ആ കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് പാനിക് വിൽ സെറ്റ് ഇൻ ദർ. ഇവൻ പറഞ്ഞിട്ടാണ്, അവൾ പറഞ്ഞിട്ടാണ്, ഇയാൾ പറഞ്ഞിട്ടാണ്, ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. സോ അയാളുടെ പുറകെ ഓടുക. അപ്പോൾ നെക്സ്റ്റ് വാട്ട് വി ഡു, നമ്മുടെ പാനിക്കിൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്യൂബ്, ബാക്കി സോഷ്യൽ മീഡിയയിൽ എല്ലാം തേടിയെടുത്ത് ആരും കാണാതെ റിസർച്ച് വരെ നമ്മൾ കണ്ട് നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട്. വൈ? ബിക്കോസ് വി വർ നെവർ കൺവിൻസ്ഡ് അറ്റ് ഓൾ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. സോ ഇത് കൂൾ ഹെഡഡായിട്ടിരിക്കണമെങ്കിൽ ഫസ്റ്റ് യുവർ കൺവിക്ഷൻ ഓഫ് ദ സ്റ്റോക്ക് ഷുഡ് ബി വെരി ക്ലിയർ. ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റോക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇൻവെസ്റ്റർ മീറ്റ്സ് ഓൾമോസ്റ്റ് 750 മീറ്റിംഗ്സ് ഐ ഹവ് ഡൺ. ഓക്കെ, അക്രോസ് ദ കൺട്രി ആൻഡ് അബ്രോഡ്. ഈ ഓരോ മീറ്റിങ്ങിൽ പറയാം, നിങ്ങളുടെ സ്റ്റോക്ക് ഹോൾഡിംഗ് ഉണ്ടല്ലോ, പോർട്ട്ഫോളിയോ ലിസ്റ്റ് എടുത്ത് നോക്കുക. ആ സ്റ്റോക്ക് ലിസ്റ്റിലുള്ള സ്റ്റോക്കിന് നിങ്ങളൊരു ഉത്തരം പറയാൻ, വൈ ഹാവ് യു ബോട്ട് ദിസ് സ്റ്റോക്ക്, ഒരു ഉത്തരം പറയാൻ സ്ട്രോങ് ആയിട്ട്. ഡോണ്ട് ടെൽ മീ ഇറ്റ്സ് എ ഗുഡ് കമ്പനി, ഡയറക്ടേഴ്സ് ആർ ഗുഡ്. ദാറ്റ് ഈസ് നോട്ട് വേഗ് ആൻസർ, ഡിപ്ലോമാറ്റിക് ആൻസർ, പൊളിറ്റിക്കൽ ആൻസർ ആണ് അല്ലേ. വൈ ആർ വി ഡൂയിങ് ദിസ്? ബിക്കോസ് ഇറ്റ് ഇസ് എ നൈസ് പ്രോഗ്രാം, പീപ്പിൾ ആർ ലിസണിങ്. ദാറ്റ് ഇസ് നോട്ട് ദി ആൻസർ. ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്, റൈറ്റ്? ഐ ബോട്ട് ദിസ് സ്റ്റോക്ക് because the performance was good, because the results were good, because the business model was good, because whatever. ആ കൺവിക്ഷൻ നിങ്ങൾ പറയാൻ പറ്റുകയാണ്, ദറ്റ് സ്റ്റോക്ക് ഷുഡ് റിമെയിൻ ഓൺ യുവർ പോർട്ട്ഫോളിയോ. കൺവിക്ഷൻ ഇല്ല, ആരോ പറഞ്ഞു, എവിടുന്നോ ടിപ്പ് വന്ന് ഞാൻ വാങ്ങിക്കുകയാണ്. സോ കൂൾ ഹെഡഡ്നെസ് വിൽ കം ഫ്രം ദർ. പക്ഷേ പൊതുവേ നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്ററായിട്ടുള്ളപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ പലപ്പോഴും പറയാറുള്ളത്, എനിക്ക് സമയമില്ല, നീ ഒരു 4 സ്റ്റോക്ക് എന്നോട് പറ, ഞാൻ ആ സ്റ്റോക്ക് വാങ്ങിക്കാം. അതല്ലേ? അപ്പോൾ ആരുടെ കൺവിക്ഷനാണ്? പറയുന്നവൻ്റെ കൺവിക്ഷനാണ്. നിങ്ങൾ കൺവിക്ഷൻ ആ പറയുമ്പം അപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇത് കുഴപ്പമില്ല, നീ ഒരു റിസർച്ച് അനലിസ്റ്റിനോട് ചോദിക്കുക. യു ഡോണ്ട് ഹാവ് ടൈം ടു അനലൈസ് 5000 ലിസ്റ്റഡ്സ് ആവും. 5033 സ്റ്റോക്ക് ഉണ്ട്, എല്ലാം കൂടെ നമ്മളെ കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഒരു അനലിസ്റ്റ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ആ ഒരു സ്റ്റോക്ക് XYZ സ്റ്റോക്ക് പറയുമ്പോൾ തിരിച്ച് നമ്മളൊരു ഇൻവെസ്റ്ററായിട്ട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, വൈ ഷുഡ് ഐ ബൈ ദി സ്റ്റോക്ക്? ആ പറയുന്ന റീസൺസ് നമുക്ക് കൺവിൻസിങ് ആണെങ്കിൽ then you don't have to worry, because you know that in the long term ആ കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് വാങ്ങിച്ചത്, വില കൂടും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഹേവിയർ കൂടാനും കുറയാനും ഉള്ള താഴോട്ട് പോകുന്നതും നോർമൽ ബിഹേവിയറാണ്. കടൽ പോലെയാണ്. ചിലപ്പോൾ ദ വേവ്സ് കം അപ്പ്, സംടൈംസ് വേവ്സ്, ലോ ടൈഡ് ആൻഡ് ഹൈ ടൈഡ്. നമ്മൾ ഈ മൂൺ സൈക്കിൾ പോലെ അത്. ദിസ് ഇസ് എ നോർമൽ ബിഹേവിയർ ഓഫ് ദ മാർക്കറ്റ്. അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കയറിക്കൊണ്ടേ ഇരുന്നാൽ അത് എന്തൊരു മാർക്കറ്റാണ്? പിന്നെ വാങ്ങിക്കുന്നത് എങ്ങനെ? ഹൗ ഡു യു ബൈ ലോ? Right? So the markets have to go up, have to go down. Losses are part of the business. Right? ഇത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാനേജ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. കൺവിക്ഷനും ഇല്ല, ഈ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് എന്നും പേപ്പർ നോക്കുകയാണ് 10 രൂപ കൂടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അങ്ങനെ കൂടുന്ന സ്റ്റോക്ക് എവിടെയെങ്കിലും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഫൗണ്ടിങ്, ആ ഒരു ഗ്രൗണ്ടിങ് വന്ന് വളരെ സോളിഡായിട്ട് നമ്മുടെ മൈൻഡിനകത്തുണ്ടെങ്കിൽ it's okay. Markets will go up and down.
നോർമൽ ബിഹേവിയർ ഓഫ് ദ മാർക്കറ്റ് ഇതാണ്. നമ്മളും അതുപോലെ തന്നെയല്ലേ? അതെ. ചിലപ്പോൾ യു ആർ എക്സൈറ്റഡ്, വളരെ കൂടുതൽ സന്തോഷമായിരിക്കും, വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സമയങ്ങളുണ്ട്, നോർമലായിട്ടുള്ള സമയമുണ്ട്. നമ്മുടെ ബിഹേവിയർ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് നോട്ട് മേഡ് ഓഫ് എനിത്തിങ് എൽസ്. നമ്മളാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ദ പീപ്പിൾ മേക്ക് ദ മാർക്കറ്റ്. സോ നമ്മുടെ ബിഹേവിയറൽ റിഫ്ലക്ഷൻ തന്നെയാണ് അത് ഇങ്ങോട്ടുള്ളത്. സോ ഇങ്ങോട്ട് അതേ റിഫ്ലക്ഷൻ നമ്മൾ കാണുമ്പോൾ പേടിച്ചു പോകണ്ട. ജസ്റ്റ് റിമെയിൻ കാം ദാറ്റ് ദിസ് ഇസ് ഹൗ ദ മാർക്കറ്റ് ബിഹേവ്സ്. കൃത്യമായിട്ട് നിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് 5 മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ എത്ര ശതമാനത്തോളം ശരാശരി വാർഷിക റിട്ടേൺ പ്രതീക്ഷിക്കും? 5 to 10 years is a very long period. Yeah, okay. It used to be a good period earlier on, but now it's pretty long. But I think, let's revise this. നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ളവർ സാധാരണ, this is a good question, but this is good for ലാർജ് സ്കെയിൽ ഫണ്ട് മാനേജർ, ഒരു പോർട്ട്ഫോളിയോ മാനേജറിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. ആ റിപ്ലൈ വേറെ ആയിരിക്കും. ഐ കൻ ആൻസർ യു ദാറ്റ് വേ. ബട്ട് ഒരു നോർമലായിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിന് ഹി ഡസൻ ലുക്ക് അറ്റ് എ 5-year ഹൊറൈസൺ. പുള്ളിക്ക് ദോ ഈ മെസ്സേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ 5 വർഷത്തിന് വേണ്ടിയാണ്, എൻ്റെ ലോങ് ടേം ആണൊക്കെ പറയും. ഇതൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതല്ല പുള്ളിയുടെ ആവശ്യം. പുള്ളിയുടെ ആവശ്യം എന്താണ്? ഞാൻ ഈ വർഷം 100 രൂപ ഐ ഇൻവെസ്റ്റഡ്. എനിക്ക് ഈ വർഷം കഴിയുമ്പോൾ 1 year സൈക്കിൾ അത് 110 ആണെങ്കിൽ ഐ മേഡ് 10% റിട്ടേൺസ്. ക്ലിയർ ആണല്ലോ? ഹി ഈസ് നോട്ട് ബോദർഡ് അബൌട്ട് CAGR. ഇറ്റ് ഡസൻ വർക്ക് ഫോർ ഹിം, അല്ലേ? സോ ഇഫ് ആവറേജ് ആയിട്ട് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ കാണുവാണെങ്കിൽ ഇഫ് യു ആർ ഏബിൾ ടു മേക്ക് ബിറ്റ്വീൻ 12 and 15%, ഐ തിങ്ക് ദാറ്റ്സ് എ ഫാന്റാസ്റ്റിക് റിട്ടേൺ. ഫാന്റാസ്റ്റിക് റിട്ടേൺ ബിറ്റ്വീൻ 12 and 15% എവറി ഇയർ. അത് നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. There is a definite possibility. So rather than looking at 5 years, look at it every year. If you are able to do 12 to 15, fantastic. ചില വർഷങ്ങൾ 30 കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് കോമ്പൻസേറ്റ്സ്. ആ മ്യൂച്വൽ ഫണ്ട് മാനേജറുടെ പോർട്ട്ഫോളിയോ പറഞ്ഞ പോലെയാണ് ഈ കഥയും. എന്താണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ സ്റ്റോപ്പ് ലോസുകൾ എന്ന് പറഞ്ഞാലും എന്താണെന്ന് വിശദീകരിക്കാമോ? ഈ രണ്ടാമത് ചോദിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആൻസർ. പക്ഷേ അതിന് ഉത്തരം പറയുമ്പോൾ ഒരുപാട് പേർ പിടിക്കത്തില്ല. ദേ ഡോണ്ട് ലൈക്ക് ദ വേർഡ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ദ ഇന്ത്യൻ ഇൻവെസ്റ്റർ ഹേറ്റ്സ് ദ വേർഡ് കോൾഡ് സ്റ്റോപ്പ് ലോസ്. അതാണ് സത്യം. ഹി ജസ്റ്റ് ഹേറ്റ്സ് ഇറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. അത് സിമ്പിളായിട്ട് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മളൊരു ബസ്സിൽ കയറുകയാണ്, അല്ല ഒരു കാർ, ഒരു 2-wheeler ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ കാറിനകത്ത് ബ്രേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പേടിക്കും. പേടിക്കും. ജീവൻ പോകുന്നുള്ള പേടിയും വരും, അല്ലേ? അതുകൊണ്ടാണ് എല്ലാ വാഹനത്തിലും ബ്രേക്ക് വെച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് മെൻറ്റ് ടു സ്റ്റോപ്പ് വെൻ യു ഹാവ് ടു സ്റ്റോപ്പ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതുപോലെയാണ്. നമ്മൾ ആക്സിലറേറ്റർ മാത്രം സ്റ്റോക്ക് ട്രേഡിങ്ങിനുള്ള ഈ ജസ്റ്റ് കീപ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹോപ്പിംഗ് ദ പ്രൈസ് വിൽ ഗോ അപ്പ് ഇസ് നോട്ട് ദി ആൻസർ. ദർ ആർ ടൈംസ് വെൻ യു ഹാവ് ടു അപ്ലൈ ദ ബ്രേക്ക്, അല്ലേ? നമ്മൾ ഹൈവേയിൽ ഓടിച്ച് പോയാലും ബ്രേക്കാണ്, സിറ്റിക്കകത്ത് പോകണമെങ്കിലും ബ്രേക്കാണ്. ബ്രേക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനകത്ത്. ബാക്കി എല്ലാം മാനേജ് ചെയ്യാം. വിതൗട്ട് എ ബ്രേക്ക് യു കനോട്ട് ഡ്രൈവ്. സൈക്കിളിന് പോലും ബ്രേക്ക് ഉണ്ട്, അല്ലേ? അപ്പോൾ ആ ബ്രേക്ക് വെച്ചിരുന്നതിൻ്റെ കാര്യം ഇതാണ്. ആ ലോസ്, അതിൻ്റെ പേര് തന്നെ നോക്കുക, സ്റ്റോപ്പ് ലോസ്. ഇറ്റ് ഈസ് നമ്മൾ പറയുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് പറയുന്നത് സ്റ്റോപ്പ്. ആ ലോസ് നിർത്താൻ വേണ്ടിയാണ് ആ ഒരു ലെവൽ, അല്ലെങ്കിൽ ആ സൈക്കോളജിക്കലായിട്ട് ആ ഒരു ലെവൽ നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് വേണ്ട. ബിക്കോസ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോപ്പ് ലോസ് ഇറ്റ്സ് എ പ്രൈസ് ലെവൽ. ഫണ്ടമെൻ്റലി ഇറ്റ്സ് എ പ്രൈസ് ലെവൽ. അത് യുനോ ഫിക്സിങ് എ സ്റ്റോപ്പ് ലോസ് ലെവൽ ഇസ് എൻ ആർട്ട്. ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ടൈം ടു ക്വാളിഫൈ ദറ്റ്. ഓരോ സ്റ്റോക്കിനും കൾച്ചർ വേറെയാണ്. ഇപ്പോൾ പീപ്പിൾ ട്രൈ ടു ഫിറ്റ് ഇറ്റ് ഇൻ ടു എ ബോക്സ്. ഒരു സ്റ്റാൻഡേർഡ് ഫോർമുല ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൂ, ഒരു 5% സ്റ്റോപ്പ് ലോസ് വെക്കട്ടെ. ഹൗ ഇസ് ദാറ്റ് എൻ ആൻസർ? അല്ലേ? സി ഐ എം എ ഡോക്ടർ, ഐ എം പ്രിസ്ക്രൈബിങ് എ മെഡിസിൻ ഫോർ യു. ചിലപ്പോൾ 150 milligram ആയിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങിരിക്കുന്നവർക്ക് 500 milligram ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പനി വരുന്നു, ഒരു കൊച്ചിനാണെങ്കിൽ ദേ ഗിവ് ലിക്വിഡ് പാരസെറ്റമോൾ, അല്ലേ? ഒരു സ്പൂൺ ഫുള്ളാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളെപ്പോലെ ആൾക്കാർക്ക് വരുവാണെങ്കിൽ 650, യു നീഡ് 650 mg പാരസെറ്റമോൾ. സ്റ്റോപ്പ് ലോസ് ഇസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഇസ് നോട്ട് 5% or 15%. It is tailor-made based on your position. So there is no one size fits all. പക്ഷേ സ്റ്റോപ്പ് ലോസ് ആവശ്യമാണ്. പക്ഷേ one size fits all എന്നുള്ളൊരു അണ്ടർലൈങ് ഫാക്ടർ അല്ല. സോ ലേണിംഗ് ടു ഫിക്സ് എ സ്റ്റോപ്പ് ലോസ് ഇസ് എൻ ആർട്ട്. പലപ്പോഴും ഈ സ്റ്റോപ്പ് ലോസ്, ഈ ഒരു ലെസൺ അറിയാതെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളൊരു 2% സ്റ്റോപ്പ് ലോസ് ആരെങ്കിലും പറഞ്ഞു കേട്ടു യൂട്യൂബ് പലതും. 5% സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സ്റ്റോപ്പ് ലോസ് പിക്കപ്പ് ചെയ്ത് തന്നെ മാർക്കറ്റ് പോകും. കറക്റ്റായിട്ട് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത് പിന്നെ കയറുന്ന കയറിപ്പോകും. അയ്യോ, ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടല്ലേ എനിക്കിപ്പോൾ നഷ്ടം വന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. കാറേ പോകുമ്പോൾ കാറേ ബ്രേക്ക് ചവിട്ടിയില്ലേ, റോഡിൽ നിൽക്കുന്നവനും ചാവും, നീയും ചാവും, അല്ലേ? So you don't regret for having the brake in the car, but in trading you regret for having a stop loss because you don't know how to place a stop loss. So placement of stop loss is very essential.
Okay. നമ്മൾ വാങ്ങിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാണ് ആ സ്റ്റോപ്പ് ലോസിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. സോ ദാറ്റ്സ് എ സയൻസ്, ഇറ്റ്സ് എൻ ആർട്ട്, ഇറ്റ് ഹാസ് ടു ബി ഡെവലപ്ഡ്. Okay. റൈറ്റ്? സോ അത് ഹേറ്റ് ചെയ്യരുത്. ദർ ഇസ് എ റീസൺ വൈ ഇറ്റ്സ് കോൾഡ് എ സ്റ്റോപ്പ് ലോസ്. നമുക്ക് ക്യാപിറ്റൽ പ്രിസർവേഷൻ ആണ് ഈ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്യാപിറ്റൽ പ്രിസർവ് ചെയ്താണ്. ഇന്നൊരു ചെറിയ നഷ്ടം വന്നാൽ കുഴപ്പമില്ല, നാളെ ഐ ക്യാൻ കം ബാക്ക് ആൻഡ് ട്രേഡ്. ഇന്ന് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ക്യാപിറ്റൽ മുഴുവൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ ജസ്റ്റ് വൈൻഡ് അപ്പ് ലൂസിങ് എവറിത്തിങ്. വീടും കൂടും വരെ പോകുന്നവരെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളവർ സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നാൽ ദേ കം ബാക്ക് ടു ട്രേഡ് അനദർ ഡേ ടു റിക്കവർ യുവർ ലോസസ്. അതാണല്ലോ ലൈഫിൻ്റെ എല്ലാം. യു ഹാവ് എ ബാഡ് ഡേ ടുഡേ, യു ലുക്ക് ഫോർവേഡ് ഫോർ ടുമോറോ, മേ ബി യു വിൽ റിക്കവർ ടുമോറോ. അല്ലേ? That is why the stop loss is there, right? The second thing, of course, index fund. An index fund is used where നമുക്ക് particular ആയിട്ട് സ്റ്റോക്സിനെ പിക്ക് ചെയ്യണ്ട, പക്ഷേ നമുക്ക് ഓവറോൾ ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് എനിക്കൊരു നല്ല ഉറപ്പാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ GDP ഒരു $3.8-3.9 trillion ആണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 2030 വർഷം, by 2029-2030, this will be $5.5 trillion. Okay. Simple logic ആണ്. Some years ago, we were at about $2.5 trillion. Upper index was about 16,000, 18,000. In the 3.8 trillion, index is at 25,000. In 5 years from now, index will be, the economy size will be 5.5 trillion. അപ്പോൾ ഇൻഡെക്സ് എവിടെ ഇരിക്കും? അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സമ്പത്ത് വളർച്ചയ്ക്ക് അനുസരിച്ച് സുരക്ഷിതമായി സാധാരണക്കാർക്ക് പണം ഉണ്ടാക്കാൻ ഇൻഡെക്സ് ഫണ്ടിലൂടെ സാധിക്കുമെന്ന് പറയുന്നത്. That is the easier way. It's a simple calculation അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. At 16,000 index, your GDP was worth 2.5 trillion. Okay. At 25,000 index, the GDP is worth 3.8 trillion. At 5.5 trillion GDP, your index should be at least 30,000, which means 5,000 points from here. പക്ഷേ ഏത് സ്റ്റോക്കാണ് കയറാൻ പോകുന്നത്, എങ്ങനെയാണ് അത് കയറാൻ പോകുന്നത്, ഇതെല്ലാം സ്പെക്കുലേഷനാണ് അല്ലേ? AI വരും, ഇനി AI കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് വരുന്നത്, I also don't know, nobody knows. Right? So we don't know if this industry is going to be the thriving one, or infrastructure is going to be, or airports are. I don't know. But I know that the economy will grow. ആരും ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ $5.5 trillion by 2030 is definitely going to happen. We will become the third largest economy. ഇതെല്ലാം given facts ആണ്. There is no second guessing all. So അങ്ങനെ ആകുമ്പോൾ the index will have to multiply, because the value of the companies will go up. അപ്പോൾ പിന്നെ എളുപ്പമല്ലേ? I don't have to go hunting behind a stock. I don't have to analyze 5,000 stocks. ആ ഇൻഡെക്സിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇൻഡെക്സ് ഇറ്റ്സ് എ ഡൈവേഴ്സിഫൈഡ് കോമ്പോസിറ്റ്. NSE ആണ് നമ്മൾ ചൂസിങ് ഇൻഡെക്സ് ആണ്, 50 സ്റ്റോക്ക് ഉണ്ട്. BSE സെൻസെക്സ് ആണ്, 30 സ്റ്റോക്ക് ഉണ്ട്. സോ ഡൈവേഴ്സിഫൈഡ് ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഐ എം പുട്ടിങ് മണി ഇൻ ഇൻഡെക്സ്. അപ്പോൾ ഒറ്റ ഇൻഡെക്സ് അല്ലേ എന്ന് ചോദ്യമല്ല. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഓഫ് 50 or 30 സ്റ്റോക്സ്. ആൻഡ് ഐ നോ 5 വർഷം കൊണ്ട് ഈ ഇൻഡെക്സ് ഇത്രയും വളരും. അപ്പോൾ വളരുമ്പോൾ എൻ്റെ 1,000 രൂപ, 2,000, 3,000, വാട്ട് എവർ ഐ എം പുട്ടിങ് ഈസ് ഗോയിങ് ടു മൾട്ടിപ്ലൈ ബൈ ദാറ്റ് ലെവൽ. അതുകൊണ്ടാണ് ഇൻഡെക്സ് ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജ്. ഓഹരി വിപണിയിലൂടെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ ഒരു സാധാരണക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? സാധാരണ ഐ തിങ്ക് ദ ഫസ്റ്റ് തിങ് ഈസ്, പൊതുവേ നമ്മളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ, വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് വി ഡു ഇസ് വി സ്പെൻഡ്, വി പേ ഫസ്റ്റ് ആൻഡ് ദെൻ സേവ്. ഓക്കെ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ദറ്റ് മൈൻഡ് സെറ്റ്. ദ ലോജിക് ഇസ് ടു സേവ് ഫസ്റ്റ് ആൻഡ് ദെൻ സ്പെൻഡ് ലേറ്റർ. അല്ല, ആദ്യം മാറ്റി വയ്ക്കുക, ഇത് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇത് എൻ്റെ ഇൻഷുറൻസിൻ്റെ ആണ്, ഇത് എൻ്റെ SIPക്കാണ്, അത് ബാക്കിയുള്ളതായിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത്. ബട്ട് ഐ ഡു ദ റിവേഴ്സ്. നമ്മളെല്ലാവരും അങ്ങനെ, വി ഓൾ ഡു ദ റിവേഴ്സ്. ആദ്യം ചിലവാക്കും, ബില്ലൊക്കെ വന്നിട്ടുണ്ട്, ഐ ഹാവ് ടു പേ ദീസ് ബിൽസ്. അത് കഴിഞ്ഞ് എനിക്ക് ഇത്ര ഉണ്ടെങ്കിൽ ഇത് ഞാൻ സേവ് ചെയ്യണോ, ഇനി അടുത്ത മാസം നോക്കാം. സോ ഇറ്റ് ഗെറ്റ്സ് പോസ്റ്റ്പോൺഡ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ കൾച്ചർ ദാറ്റ് പ്രിവെൻറ്റ്സ് us ഫ്രം അറ്റൈനിങ് ഫിനാൻഷ്യൽ ഫ്രീഡം. If you are able to correct that, it's a difficult cycle. It takes a lot of mental tuning to achieve that. It's not easy. Because നമുക്ക് പിയർ പ്രഷർ ഉണ്ട്, ഫാമിലി പ്രഷർ ഉണ്ട്, നീഡ്സ് ചേഞ്ച് ഡ്രമാറ്റിക്കായിട്ട്. ചിലപ്പോൾ നീഡ്സ് കം, നീഡ്സ് ഗോ, യു ഡോണ്ട് നോ. ഇപ്പോൾ ആരെങ്കിലും ഫ്രണ്ടിൻ്റെ കല്യാണം യു നീഡ് ടു സേവിങ് ആയിട്ട് എടുത്ത് വെച്ച് യു മേ ഡൈവേർട്ട് ടു എ ഗിഫ്റ്റ്. ഐ ഡോണ്ട് നോ, റൈറ്റ്? Somebody may fall sick, you may have to go. Somebody may be getting married suddenly. They could be നമുക്ക് എന്താ ആവശ്യങ്ങൾ, ഇറ്റ്സ് എൻ അൺസർട്ടൺ വേൾഡ്. സോ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡു ദിസ്. ബട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ദി first and most important. Second, be disciplined with your investing. This is a very, very important criteria. ഈ ഡിസിപ്ലിൻ ഏറ്റവും ആവശ്യമുള്ളത് ട്രേഡിങ്ങിനാണ്. സ്കൂളും കോളേജിൽ കൂടെ ഡിസിപ്ലിൻ വേണ്ട, എല്ലാം പൊതുവെ ഇൻഡിസിപ്ലിൻഡാണ് കോളേജ്. ബട്ട് സ്കൂൾ ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഏത് കോൺവെൻ്റ് ആയാലും ശരി. സ്കൂളിൽ പോകുമ്പോൾ ഒരു ചിട്ട ഉണ്ടല്ലോ നമുക്ക്. ആ ചിട്ട ഈ ട്രേഡിങ്ങിൽ ഏറ്റവും ആവശ്യം, ഈ ഇൻവെസ്റ്റിങ്ങിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇൻഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ
nothing can be more ruining than investing. Okay. So, two things only. One, save first, spend later. Two, investment discipline. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം can be attained. ബാക്കിയെല്ലാം see, there are a lot of stories. See, I can tell you debt ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം. These are all are outcomes of this. ഇത് രണ്ട് ഈ ചിട്ടയെ ഒഴുക്കം നമുക്ക് വന്നു കഴിഞ്ഞാൽ automatically your saving grows, you become financially free in a certain span of time. That depends on the amount of investment you can make and the amount of saving you can manage. അത്രേ ഉള്ളൂ. ET ടോക്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഫിനാൻഷ്യൽ എക്സ്പെർട്ട് റെജി തോമസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ ഇത്രയും ഇൻഫർമേഷൻ പാസ്.